സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ഇത് ഡിന്നറായിട്ടും വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുപ്പിലൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുഴുവനോടുള്ള വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. നന്നായി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇനി ഇത് ചെറുതായി ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് നമുക്ക് മില്ലറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വരകാണ് ഉപയോഗിക്കുന്നത്. കോഡോ മില്ലറ്റ് എന്ന് പറയും. അത് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഉള്ള മില്ലറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് മില്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് മില്ലറ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് കുതിർത്ത വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മില്ലറ്റ് ഒരു പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അതിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തതാണ്. ആ 2.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ളത്. ഇതിപ്പോൾ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുക്കറിൽ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മുടി തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടിപിടിക്കാതിരിക്കാനൊക്കെ. ഇതിപ്പോൾ മില്ലറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം കുറുകി വന്നു. ഈ ഒരു സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കും. അപ്പോൾ ഒന്നുകൂടി വെള്ളം കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്യാം. സൂപ്പ് നല്ല തിക്കായിട്ട് വേണം എന്നുള്ളവരുണ്ടാവും, നല്ല ലൂസായിട്ട് വേണം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മില്ലറ്റ് വെന്ത് കഴിയുമ്പോൾ ഇപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഞാനിത് ഒരു 10 മിനിറ്റ് നന്നായി അടച്ച് വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഇത് വെള്ളം ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ചൂടൊക്കെ ചെറുതായി ആറി, ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം. മാഷർ യൂസ് ചെയ്ത് ഉടച്ചെടുക്കാം. ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിലുള്ള ക്യാരറ്റ്, ബീട്രൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് വെജിറ്റബിൾസ് ആണോ ആഡ് ചെയ്യുന്നത് അത് കടിക്കാൻ കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് മാഷ് ചെയ്താൽ മതി. ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തവി വെച്ചിട്ടോ മാഷ് ചെയ്തെടുത്താൽ മതി. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അരച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതിപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് റെഡിയായി. കോളിഫ്ലവർ, ഉരുളൻകിഴങ്ങ് അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സൂപ്പ് ഇതുപോലെ ബേസായിട്ട് വേവിച്ച വെജിറ്റബിൾസ് ഈ സമയത്ത് ഇതിൽ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും. നമുക്ക് രാത്രി ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം.